രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, പ്രിയങ്കരനായ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഞങ്ങളുടെ പോരാട്ട വീര്യം അവസാനിക്കില്ല. ഇന്ത്യയുടെ തിരുവോരങ്ങൾ, ഇന്ത്യയുടെ ക്യാമ്പസുകൾ, ഇന്ത്യയുടെ പൊതുവിടങ്ങൾ ശക്തമായി 1-ന് 10 10-ന് 100 വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും ശബ്ദം ആഞ്ഞടിക്കുമെന്ന് പറയുകയാണ്. ഈ രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കേണ്ട ചെറുപ്പക്കാർ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന സ്വീകാര്യത എന്ന് പറയുന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാർ, ഈ നാട്ടിലെ യുവാക്കൾ, ഈ നരേന്ദ്രമോദിയുടെ കള്ളത്തരത്തെ തിരിച്ചറിഞ്ഞ പൊതുസമൂഹമെല്ലാം വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കടന്നു വരികയാണ്. ഈ അവസരത്തിൽ ഒന്ന് മാത്രം സൂചിപ്പിക്കുന്നു, രാഹുൽ ഗാന്ധിക്ക് ഒരിക്കൽ ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്, ചൗക്കിദാർ ചോർ ഹേ. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ചൗക്കിദാർ ചോർ ഹേ, ഇലക്ഷൻ കമ്മീഷൻ ചോരി കർത്തേ ഹേ. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വോട്ടുകൾ ഇലക്ഷൻ കമ്മീഷൻ മോഷ്ടിക്കുകയാണ്, അതിനെ കട്ടെടുക്കുകയാണ്. അതിനെ തുറന്നു കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവുകളിൽ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കാൻ KSU തീരുമാനിക്കുകയാണ്. ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ ഇതിന്റെ തുടക്കം കുറിച്ചു. ഇന്ന് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വയനാട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. എല്ലാ ജില്ലകളിലും, എല്ലാ അസംബ്ലി കേന്ദ്രങ്ങളിലും, എല്ലാ ക്യാമ്പസുകളിലും നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ കമ്മീഷനെ അട്ടിമറിച്ചുകൊണ്ട്, ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യത്തെ ഒന്നു തീർക്കാനുള്ള ഈ സർക്കാരിന്റെ ശ്രമങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതുവരെ ഞങ്ങളുടെ സമര പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇതിനെതിരെ വലിയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഉയരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ, ആശംസകൾ. ജയ് രാഹുൽ ഗാന്ധി.